വാല്യൂ ഫോർ മണി ആണോ? ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് AjayTechTips. ഞാൻ അജയ്, നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നത്തിങ് ഫോൺ പേര് പോലെ നത്തിങ് ആണോ അതോ വാല്യൂ ഫോർ മണി ആണോ? ഇത് അറിയാൻ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നത്തിങ് ഫോണിന്റെ പ്രീ ലോഞ്ച്, അതായത് നമുക്ക് അതിന്റെ ഒരു ഇംപ്രഷൻ ഫോട്ടോ അവർ തന്നു, ആ ലോഞ്ച് ഇവന്റിൽ തന്നു. അതിന്റെ ബാക്ക് സൈഡ് മാത്രമാണ്. ആ ഒരു ബാക്ക് സൈഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? വീഡിയോയുടെ താഴെ കമന്റ് ഇടാം. അപ്പൊ നമുക്ക് നത്തിങ് ഫോണിലേക്ക് കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്കത് ശരിക്കും വേർത്ത് ആണോ? അതാണ് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ തന്നെ അവരെ പ്രൈസ് റേഞ്ച് ബിറ്റ്വീൻ 28 and 35 ആണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു എമൗണ്ടിൽ നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങുമ്പം അത് കറക്റ്റ് വാല്യൂ ഫോർ മണി ആണോ? നമുക്കത് കൊണ്ട് എത്ര യൂസ്ഫുൾ ആണ് അതോ യൂസ്ലെസ് ആണോ? ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, മലയാളികളല്ല ഇന്ത്യക്കാർക്ക് മൊത്തമുണ്ട്. നമ്മുടെ തലയ്ക്ക് പ്രൊട്ടക്ഷൻ, അതായത് ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിലും നമ്മുടെ ഫോണിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുണ്ട്. സത്യമാണ്, ഹെൽമെറ്റ് യൂസ് ചെയ്യാം കേട്ടോ. ബൈക്ക് ഓടിക്കുന്നവർ ഹെൽമെറ്റ് യൂസ് ചെയ്യാം. ബൈക്ക് ഓടിക്കില്ല. ബൈക്ക് ഓടിക്കുന്നവർ ഹെൽമെറ്റ് യൂസ് ചെയ്യുക, കാർ ഓടിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇടാം. ഈ ഒരു കാര്യം ഞാനിവിടെ പറയാണ്. അപ്പം നമ്മുടെ ഒരു ഫോണ് വാങ്ങിയാൽ നമ്മൾ ആദ്യം ചെയ്യണത് എന്താ? അതിലുള്ള TPU കേസ് അല്ലെങ്കിൽ ഒരു TPU കേസ് നമ്മൾ വാങ്ങിയിട്ട് ഒരു ബാക്ക് കവർ വാങ്ങിയിടും. ഫ്രണ്ടില് ടാമ്പേർഡ് ഗ്ലാസ് നമ്മൾ ഒട്ടിക്കും. നമുക്ക് 4D 5D ടാമ്പേർഡ് ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ശരിക്കും നമ്മുടെ ഫോണിൽ ഗൊറില്ല ഗ്ലാസ് ആയിരിക്കും, എന്നാലും നമ്മൾ ടാമ്പേർഡ് ഗ്ലാസ് വാങ്ങി ഒട്ടിക്കും. ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം, നമ്മുടെ ഈ നത്തിങ് ഫോണിന്റെ ഇമേജ് നിങ്ങൾക്ക് കാണാം, ഫുള്ള് ബാക്ക് ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കേരളത്തിൽ അത് സക്സസ് ആവും എന്ന് തോന്നുന്നില്ല. കാരണം അത് കവർ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ പല കമ്പനി, ഇപ്പൊ റിയൽമി ആണെങ്കിലും പറയും ഞങ്ങളുടെ ബാഡ്ജിങ് ബാക്കിലുണ്ട്, പക്ഷെ അതിന്റെ ഒരു ഹാർഡ് കവറാണ് ഇടണമെങ്കിൽ കാര്യമുണ്ടോ? നത്തിങ് ഫോൺ എന്ന് പറയാൻ വെച്ചാൽ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ട്രാൻസ്പെറന്റ് ബാക്കോട് കൂടി യൂസ് ചെയ്യണം. അതെന്നാൽ നല്ല ലുക്കാണ് എല്ലാ കാര്യം. അല്ലാണ്ട് നമ്മളത് കെട്ടിപ്പൂട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ കാര്യമില്ല. പിന്നെ അതിന്റെ ബാക്കിൽ ഗ്ലാസ് തന്നെയാണ്. ആ ഇമേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ട്രാൻസ്പെറന്റ് ആണ്. ഇപ്പൊ ഗ്ലാസ് തന്നെ വീട് കഴിഞ്ഞാൽ പോവാൻ ചാൻസ് ഉണ്ട്. ഇത്ര 34,000 ഒക്കെ കൊടുത്ത് വാങ്ങി പൊട്ടുമ്പോൾ ഒരു കേസ് പോലും ഇടാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വിഷമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ 2004-5-6 ഒരു മോഡൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇമേജ് കാണാം, നോക്കിയ 3220. അന്ന് നമ്മൾ കേസ് ഒന്നും ഇടില്ല, കാരണം ഫ്രണ്ട് ഗ്ലാസ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന്റെ ചുറ്റും കോള് വരുമ്പോൾ നല്ല ഇലുമിനേറ്റിംഗ് ലൈറ്റ് ആയിരുന്നു. നമ്മളത് കളിയാക്കിയിട്ട് മഞ്ചേരി ബസ്, ടൂറിസ്റ്റ് ബസ്, ഇപ്പോഴത്തെ നമ്മുടെ ഈ ബുൾജറ്റിന്റെ ഒക്കെ വണ്ടി പോലെ തന്നെ ആ ഫുള്ള് ലൈറ്റാണ്. ആ ഒരു ലൈറ്റ് വെച്ചിട്ടുള്ള ഫോണായിരുന്നു. ഇപ്പൊ നത്തിങ് എന്ന് പറയുന്നത് കോള് വരുമ്പോൾ ഇൻഡിക്കേഷൻ ലൈറ്റ് ആണോ എന്താണെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു ലൈറ്റിങ്ങിന്റെ എഫക്റ്റ് ആണ് അതിന്റെ ബാക്ക് സൈഡ്. ഇനി അതിന്റെ ഹാർഡ്വെയർ പറയാൻ വെച്ചാൽ high-end പ്രോസസ്സേഴ്സും കാര്യങ്ങളാണെങ്കിലും അതിലും നല്ലത് ഇപ്പം ഇവിടെ നമ്മളുടെ മുമ്പിൽ കഴിവ് തെളിയിച്ച കമ്പനീസ് ഉണ്ട്. ഒപ്പോന്റെ ഉണ്ട്, വിവോ ഉണ്ട്, റിയൽമി ഉണ്ട്, റെഡ്മി ഉണ്ട്, സാംസങ് ഉണ്ട്, ഇത്രയും OnePlus ഉണ്ട്. OnePlus എടുത്ത് പറയാൻ കാരണം ഇതിന്റെ ഫൗണ്ടർ ആദ്യം OnePlusന്റെ ഫൗണ്ടർ തന്നെയാണ് ഇതിന്റെ ഫൗണ്ടറും. ഓക്കെ, കാൽപേ. അപ്പൊ പുള്ളി ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മാർക്കറ്റിലേക്ക് എത്തുന്നത്. അതായത് നമ്മുടെ മലയാള ഭാഷയിൽ പറയുക നല്ല തള്ളുണ്ട് ആ ഫോണിന്. പക്ഷെ അത് ഇവിടുത്തെ മാർക്കറ്റിൽ നിങ്ങൾ വാങ്ങണ്ട, പ്രീ ബുക്ക് ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത്. എന്നോട് പലരും ചോദിച്ചു നത്തിങ് ഫോൺ എങ്ങനെയുണ്ട്. അതിനുള്ള ഒരു മറുപടിയാണ് എൻ്റെ ഈ ഒരു വീഡിയോ. കാരണം എന്താ വെച്ചാൽ എന്നോട് പലവരും ചോദിച്ചു എന്താണ് അഭിപ്രായം. ഞാനിപ്പോൾ എന്തായാലും തൽക്കാലം വാങ്ങില്ല. നിങ്ങളത് വാങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രതാപ് ജി ടെക്, ജയരാജ് ജി നാഥ് ഒക്കെ എന്ത് ചെയ്യും, അതിന്റെ അൺബോക്സിങ് ചെയ്യും, ഉറപ്പാണ്. നമുക്കത് അൺബോക്സ് ചെയ്യാൻ ഫോൺ കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യില്ല. ഇനി ഭാവിയിൽ കിട്ടണം എന്ന് പ്രാർത്ഥിക്കണമുണ്ട്. ഇപ്പൊ ഇത് ഞാൻ വാങ്ങോ ഇല്ലയോ ചോദിച്ചാൽ ഇപ്പോഴത്തെ ആസിറ്റീസ് ഞാൻ വാങ്ങില്ല. ഇപ്പൊ മോട്ടറോളയോ ഇൻഫിനിക്സോ ഒക്കെ ഞാൻ വാങ്ങും. ഇങ്ങനെ വാങ്ങിയ ഫോൺ യൂസ് ചെയ്യാൻ കാരണം അത് മാർക്കറ്റ് പ്ലേസിലുണ്ട്. അപ്പൊ ചോദിക്കും പുതിയൊരു കമ്പനിക്ക് നിങ്ങൾ എന്താ സപ്പോർട്ട് ചെയ്യാത്തത്? കാരണം നമുക്കറിയാം ഇവരെ ഹാർഡ്വെയർ, ഇവരെ OS കാര്യങ്ങളൊക്കെ.
നമുക്കതിന്റെ പ്ലസും മൈനസും അറിയാം. പക്ഷെ ഈ ഒരു ഫോണിന്റെ നമുക്കറിയില്ല. കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുമ്പോൾ ഇനി അത്യാവശ്യം കാശുകാരെ കാര്യമല്ല പറഞ്ഞ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ബുക്ക് ചെയ്തു, കേരളത്തിൽ ഫസ്റ്റ് അല്ലെങ്കിൽ കോഴിക്കോട് ഫസ്റ്റ് അല്ലെങ്കിൽ തൃശ്ശൂർ ഫസ്റ്റ് ഞാൻ ബുക്ക് ചെയ്തു, എനിക്ക് കിട്ടുന്നു എന്ന് പറയാനുള്ള ഒരു ഹൈപ്പിനാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ ഒരിക്കലും ഇതിൽ പറയില്ല. പക്ഷെ ഇതൊരു വാല്യൂ ഫോർ മണിയാണോ? കാരണം ഞാൻ പറഞ്ഞില്ല, അത് കാണണമെങ്കിൽ കേസ് ഇടാണ്ട് യൂസ് ചെയ്യണം. അത് റിസ്ക് ആണ്. നമ്മുടെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ അത് റിസ്ക് ഉള്ള കേസാണ്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇതിനെ കോമ്പറ്റ് ചെയ്യുന്ന ഇതിലും പ്രൈസ് കുറവുള്ള ഫോൺസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട്, കഴിവ് തെളിയിച്ച്. ഇപ്പൊ റിയൽമിന്റെ ഉണ്ട്, അതേപോലെ തന്നെ റെഡ്മിന്റെ ഉണ്ട്, ഒപ്പോന്റെ ഉണ്ട്, വിവോന്റെ ഉണ്ട്. വിവോ V20, 23 ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ക്യാമറ പറയുന്നത് 60 മെഗാ പിക്സലാണ്, 50 മെഗാ പിക്സൽ അല്ലെങ്കിൽ 60 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ബാക്ക് ക്യാമറ പറയുന്നത് 2 ക്യാമറകളിലും നിങ്ങൾക്ക് ഈ ഇമേജ് കാണാം. 2 ക്യാമറയുള്ള അതും 50 മെഗാ പിക്സൽ എന്നാണ് പറയുന്നത്. അപ്പം അത് പിന്നെ ഒരു ഇതും ടെലിഫോട്ടോ ഇല്ല, വൈഡ് ആംഗിൾ ആണെന്ന് തോന്നുന്നു. അതും തോന്നുന്നതേ പറയാം, കാരണം ഒന്നും അവർ പുറത്ത് വിട്ടിട്ടില്ല. ഇത്രയൊക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടുത്തെ മാർക്കറ്റിലേക്ക് ഇത് ഒരു ഫ്ലോപ്പാണ് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം പിന്നെ അതിന്റെ നത്തിങ് OS കുഴപ്പമില്ല, അതിന്റെ ചില സ്കിൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുഴപ്പമില്ലാത്തതുണ്ട്. പക്ഷെ എന്നിരുന്നാൽ ഇത്രയും വാല്യൂന് ഇത് നല്ലതാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ അതിന്റെ കമന്റ്സും ഇതിന്റെ താഴെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇത് വാങ്ങുമോ ഇല്ലയോ, നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.